ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു സപ്പോർട്ടിങ് ECU ആണ്. ഇതിൻ്റെ മാക്സിമം വെച്ചാൽ ഓരോ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് മേക്ക് ചെയ്ത് തരുന്നത്. ഇതിപ്പോൾ 200 സീരീസിന് വേണ്ടി മാത്രം മേക്ക് ചെയ്തൊരു ECU ആണ്. അതായത് ഞാൻ മാപ്പ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുപ്പിച്ച് 2 പ്രാവശ്യമായിട്ട് ഗ്രീൻ ലൈറ്റ് തെളിയുന്നുണ്ട്. അപ്പോൾ അത് മാപ്പ് 2 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാപ്പ് 1 സിംഗിളായിട്ട് ലിമിറ്റഡ് ടൈം വരും. വണ്ടി വന്നിട്ട് RC 200 ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ബ്രോ? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്തൊക്കെ ഡിഫറൻസ് തോന്നി? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ BS3 RC 200ലേക്ക് നമ്മൾ ഒരു പവർട്രോണിക് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഞാൻ ടോട്ടലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 390-കകത്തും അതേപോലെ 125-കകത്തും BS6 വണ്ടിക്കകത്തൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേ കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കുറേ നാളായി, ഏകദേശം ഒരു 6 മന്തിന് മേളിലായി ഞാനിപ്പോൾ പവർട്രോണിക് ഇൻസ്റ്റാൾ ചെയ്യാതായിട്ട് തന്നെ. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഇതേപോലെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുള്ളില്ലെങ്കിലും എല്ലാം ഒരു അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ടുണ്ട് അറിയാം കേട്ടോ. ഫുൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർ റിവ്യൂ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലാണെന്ന് എല്ലാവരും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അടുത്തുള്ള ബെല്ലൈക്കനും തന്നെ ഏൽപ്പിച്ച് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വർക്കെന്ന് വെച്ചാൽ നമുക്ക് പവർട്രോണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ട് BS3 വെഹിക്കിളാണ്. അതായത് RC BS3 ആണ് കേട്ടോ. അതായത് KTM RC ആണ്. അപ്പോൾ RC-ക്കകത്താണ് നമ്മൾ പവർട്രോണിക്ക്. അപ്പോൾ പവർട്രോണിക്ക് നമ്മൾ ഒരുപാട് വണ്ടിക്കകത്ത് വയ്ക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് BS3 390-കകത്ത് ഒരു ആഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ 125-നകത്ത് ചെയ്തിട്ടുണ്ട്. 125-നകത്ത് പവറിനേക്കാളും പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്ക് മൈലേജിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്പെക്ക് അടക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ എന്തായാലും. അപ്പോൾ അതായത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാക്കി എല്ലാവരും വർക്കിലാണ്. ഇവനാണ് നമ്മളെ പവർട്രോണിക് ECU. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു സപ്പോർട്ടിങ് ECU ആണ്. ഇതിൻ്റെ മാക്സിമം വെച്ചാൽ ഓരോ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് മേക്ക് ചെയ്ത് തരുന്നത്. ഇതിപ്പോൾ 200 സീരീസിന് വേണ്ടി മാത്രം മേക്ക് ചെയ്തൊരു ECU ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 200cc വണ്ടിക്കകത്ത് നമ്മൾ 300, 390 അങ്ങനെയുള്ള മേപ്പോട്ടുള്ള വണ്ടിയൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ. നമ്മൾ താഴോട്ടുള്ള വണ്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മൈലേജും ആൻഡ് നമ്മളെ എന്താ പറയുക RPM ഒക്കെ കൂടുതൽ കിട്ടും. അതായത് നമ്മളിപ്പോൾ 11,000 അതായത് 11,000 കട്ട് ഓഫ് ആവുന്ന നേരെ 13,000 പോയി കട്ട് ഓഫ് ആവത്തേ ഉള്ളൂ. അത്രയ്ക്കും നമുക്ക് ഒരു 2,000 RPM എക്സ്ട്രാ ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ അത് ഓടിക്കേണ്ട രീതിയിൽ വണ്ടി ഓടിക്കേണ്ട രീതിക്ക് അതൊരു നോർമൽ എക്കണോമി സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ 40-55 അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എക്കണോമി വരുന്നത്. അതിന് മേഖലയിലോട്ട് ഒരു 70 കവറേജ് ചെയ്ത് പോയാലും നമ്മളെ മൈലേജ് മറ്റേതിൻ്റെ അത്രയും കാലം ഷോർട്ട് ഉണ്ടാകത്തുമില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. നമ്മൾ അതിനും ഇവിടെ താഴെ നമ്മൾ നല്ല രീതിയിൽ കയറി തുടങ്ങി മൈലേജ് കൂടുതലും കിട്ടും. അതായത് 3 to 5 മൈലേജാണ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് BHP കറക്റ്റ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 to 3 ആണ്. അതായത് 1-നും 3-നും ഇടയ്ക്കായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ 1 ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 3 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് മാപ്പ് 1 മാപ്പ് 2 ഉണ്ട്. മാപ്പ് 1 മാപ്പ് 2 സ്വിച്ച് ആവശ്യം ശരിക്കും പറഞ്ഞില്ല. ഇതിനകത്ത് മാപ്പ് 2 തന്നെ യൂസ് ചെയ്താൽ മതി. മാപ്പ് 2 യൂസ് ചെയ്യേണ്ട രീതികളുണ്ട്. എല്ലാവരും കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ മേടിച്ചാടിയും. സ്വിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വിച്ച് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. മാപ്പ് 1 ആയാലും മാപ്പ് 2 ആയാലും മാപ്പ് 2 വരുമ്പോൾ പവർ ഇൻക്രീസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് BHP എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ആഡ് ചെയ്യുന്ന നേരത്ത് BHP എക്സ്ട്രാ വരും. പക്ഷേ മാപ്പ് 1-നകത്ത് BHP എക്സ്ട്രാ വരത്തില്ല. നമ്മൾ ടോക്കും എല്ലാം സെയിം ആയിരിക്കും വരുന്നത്. പക്ഷേ BHPയുടെ ഡിഫറൻസ് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഈ ഒരു സംഭവത്തിനകത്ത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അതിനകത്ത്. പിന്നെ അതിൻ്റെ കൂടെ ഫുള്ള് വയറും കിറ്റ്, എവിടെയും വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കപ്ലർ ടു കപ്ലറാണ് കണ്ടല്ലേ. പിന്നെ എന്തെങ്കിലും വയറിങ് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. നമുക്ക് ഈ ഒരു യൂണിറ്റ് വെച്ച് നമ്മളെ ഈ ഒരു പവർട്രോണിക്കിന് എന്താണ് കംപ്ലയിൻറ്റ്, ടോട്ടൽ ബോഡി സെൻസറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇത് നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ നേരത്തിൽ ലാപ്പും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഓൾറെഡി നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇനി ലാപ്പും കാര്യങ്ങളുടെ ഒരു ആവശ്യമില്ല. ഓൾറെഡി ഫുള്ള് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഗ്മെൻറ്റാണ് റേസിംഗ് ഡൈന എന്ന് പറയുന്നൊരു മോഡലാണ്. പക്ഷേ അത് നമുക്കിവിടെ അല്ല ചെയ്യുന്നത്. അത് ഡയറക്റ്റ്ലി ബാംഗ്ലൂർ തന്നെ പോകണം. അതിൽ ചെയ്യാൻ നേരത്താണ് നമ്മളെ എക്സോസ്റ്റിൻ്റെ മാപ്പും അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാപ്പ് അങ്ങനെ ഓരോ മാപ്പുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 6ഓളം മാപ്പ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തായാലും സെറ്റ് ചെയ്യാൻ പോയാൽ അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് നമുക്കൊന്ന് അഴിച്ചിറക്കണം. നമ്മളതിൻ്റെ ഫുൾ സ്കിൻ അതായത് ഇതിൻ്റെ ഫുൾ കിറ്റും കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ടോ. നമുക്കിങ്ങനെ ടാങ്ക് അഴിക്കണം.
ഞാൻ നോക്കട്ടെ, ടാങ്ക് കഴിക്കാൻ വേണമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ അതിനകത്തൂടെ നമുക്ക് ഇഞ്ചക്ടർ ലൈനിനകത്തൂടെ എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഇഞ്ചക്ടർ ലൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ ലൈൻ എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ക്രാങ്കിലേക്കുള്ള ലൈൻ എടുക്കണം. അങ്ങനെ നമുക്ക് 3 ലൈൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കാണ്ട് പിന്നെ നമുക്ക് ത്രോട്ടിൽ ബോഡി സെൻസർ, ഇതാണ് ത്രോട്ടിൽ ബോഡി സെൻസർ വരുന്നത്. ഈ സെൻസറിൽ നിന്ന് നമുക്ക് ലൈൻ എടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ബാറ്ററി പോസിറ്റീവ് കാര്യങ്ങളൊന്നുമില്ല, ബാറ്ററി നെഗറ്റീവ് മാത്രം ആ പാട്ട് കൊടുത്താൽ അത് നമ്മൾ ഈ ഒരു ECM ആയിട്ട് നമ്മളൊരു ചെറിയ സപ്പോർട്ട് നൽകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ECM ഒരു പ്രോഗ്രാം ചെയ്യുക അങ്ങനെയൊന്നുമല്ല, ഈ ECMൻ്റെ വേറെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. കാര്യം ഇത് ശരിക്കും യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്ക് കാര്യം ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഫുള്ള് ചെയ്തിരിക്കുന്നത് എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ക്രാങ്കിൻ്റെ ലൈൻ ഇതാ ഈ ഒരു പൊസിഷനിലുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് ക്രാങ്കിൻ്റെ ലൈൻ ഇവിടെ നിന്ന് ആഡ് ചെയ്തെടുക്കാം. ഒരു 3 വയർ ആയിരിക്കും വരുന്നത്. 3 വയറും വരും, 5 വയറും വരും. അപ്പോൾ ഇതാ കിടക്കണം. അപ്പോൾ 3 വയറും നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തതിന് ശേഷം ഒരു ജോയിൻ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വയറിങ്. നമ്മൾ ഓരോ വയർ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ഇത് നമ്മൾ ക്രാങ്കിലേക്കുള്ളതാണ്, സ്പാർക്ക് പ്ലഗ്, അതേപോലെ ക്രാങ്ക്, നമ്മളെ ത്രോട്ടിൽ ബോഡി സെൻസർ, അതേപോലെ ഇഞ്ചക്ടർ, നമ്മളെ ഇഞ്ചക്ടറായിട്ട് കൊടുക്കാനുള്ള ലൈനാണ് കേട്ടോ ഇത്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ലൈനുണ്ട്. ഇതാ നമ്മളെ സ്പാർക്ക് പ്ലഗ്, അതേപോലെ തന്നെ എവിടെ ഈ ഒരു വയറെന്ന് വെച്ചാൽ നമ്മൾ സെൻസറിലോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള, ഇത് നമ്മളെ ക്വിക്ക് ഷിഫ്റ്ററൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ലൈനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു പീസ് എന്ന് വെച്ചാൽ നമ്മളെ മാപ്പ് വേണ്ടും മാപ്പ് 2 അൺലോക്കും ലോക്കും ആക്കാനായിട്ടുള്ള ഒരു കപ്ലെയറാണ് ഇത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു പിന്ന് വരും. ആ പിന്നകത്താണ് നമ്മൾ ആഡ് ചെയ്താൽ ഈ ഒരു പിന്നിനകത്താണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ മാപ്പ് 1 മാപ്പ് 2ൻ്റെ സ്വിച്ച് ആഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സാധനം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് ആരും പവറില്ലാതെ എന്തായാലും നടക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ സ്വിച്ചാണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഇത് ഫുള്ള് നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇതിനകത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മാപ്പ് 1 മാപ്പ് 2 എങ്ങനെയാണ് വർക്ക് ആവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകണം. ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ലൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ECU ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഒരു വയറിങ്ങൊക്കെ നമ്മൾ തുടങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. RPM എത്രയിലാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കട്ട് ഓഫ് ആവണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കട്ട് ഓഫ് ആവുന്നത് നമ്മളെ 11,000 കട്ട് ഓഫ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് നേരെ 13 നമുക്ക് പോയത് കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ വയറിംഗ് എല്ലാം ചെയ്യാൻ വേണം. അപ്പോൾ ടാങ്കിൻ്റെ കണക്ഷൻസ് ഒക്കെ ഊരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം ഊരി എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നമ്മളെ വയറിങ്ങിലോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാകും നമുക്ക് ഇതുവഴി അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പീസ് അതിന് വേണ്ടിയാണ് നമുക്ക് തരുന്നത്. അതാ ഓണാക്കിയപ്പം നമ്മളെ ഇഞ്ചക്ടർ സ്പാർക്ക് പ്ലഗിലോട്ട് ലൈൻ കറക്റ്റ് ഓൾറെഡി ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയോ, അതിനകത്ത് ത്രോട്ടിൽ ബോഡി സെൻസറിൻ്റെ ലൈൻ ഇതിനകത്ത് വർക്കാവും കേട്ടോ. ത്രോട്ടിൽ ബോഡി സെൻസറിൻ്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. ഈ TPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ ബോഡി സെൻസറാണ്. പിന്നെ നമ്മളെ ക്രാങ്കാണ്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിനകത്ത് വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ത്രോട്ടിൽ ബോഡി സെൻസറൊക്കെ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് നേരെ ഇനി നമുക്ക് നമ്മളെ മെയിൻ സാധനമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ളത്. പവർട്രോണിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പവർട്രോണിക്ക് നമ്മളിവിടെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RPM നമുക്ക് 390 സെറ്റ് ചെയ്തിട്ട് നമുക്ക് 13 അതായത് 13,000 നമ്മൾ RPM പോയി കട്ട് ഓഫ് ആവുന്നത് കേട്ടോ. അപ്പോൾ 12,000 മുകളിലാണ് നിൽക്കുന്നത്. അത് 13 പൂർണ്ണമായിട്ട് പോകത്തില്ല, 12,000 താഴെ 12,000 മുകളിൽ അത് 30 ഇടയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ എത്രത്തോളം നിൽക്കുമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിൽക്കുന്ന 12,000 മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഓൾറെഡി പ്രോപ്പർ വർക്കിംഗ് ആണ്. പക്ഷേ ഇതിനകത്തുള്ള കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മാപ്പ് 1 മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മാപ്പ് 1 ആഡ് ചെയ്യുന്നിടത്ത് ഇങ്ങനെയാണ് ഇതിനകത്ത് ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മാപ്പ് 2 കൂടെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ബ്ലിങ്ക് ആവുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ മാപ്പ് 2 കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് മാപ്പ് 2 കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫുള്ളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയറിംഗ് ഒക്കെ പോയിരിക്കുന്നുണ്ട്. നമ്മൾ ഫുൾ ടാഗ് ചെയ്തു. അതേപോലെ നമ്മളെടുത്തിരിക്കുന്ന നമ്മളെ സ്പാർക്ക് പ്ലഗിനകത്ത് നിന്ന് ഒരു ഔട്ട് എടുത്തതിന് ശേഷം സ്പാർക്ക് പ്ലഗിൻ്റെ ഇൻലൈൻ ഉണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ടുള്ള നമ്മൾ
പവർട്രോണിക്കിലുള്ള ഇൻവെർട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ത്രോട്ടിൽ ബോഡി സെൻസർ നമ്മൾ അതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കപ്ലർ ടു കപ്ലറാണ്, എവിടെയും വയർ കട്ടിങ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതേപോലെ ഇഞ്ചക്ടർ തൊട്ടപ്പുറത്തെ ക്രാങ്ക് ക്രാഫ്റ്റ് അവിടെ നിന്ന് എല്ലാത്തിൻ്റെ ലൈനും കറക്റ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാപ്പ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളെ മാപ്പ് 1ഉം മാപ്പ് 2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് മാപ്പ് 1 തന്നെയാണ് കിടക്കണം കേട്ടോ. അപ്പോൾ മാപ്പ് 2 ആക്കാനാണ് നമ്മൾ ഈ ഒരു കൺവെർട്ടർ യൂസ് ചെയ്യണം. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ആവശ്യം ഒരു കാരണവശാലില്ല. അപ്പോൾ ഇതാ നമ്മൾ ചാവി ഓണാക്കുകയാണ് കേട്ടോ. ചാവി ഓണാക്കിയപ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ വന്നിട്ടുണ്ട്. ഗ്രീൻ നമുക്ക് ഫ്ലാഷ് ആവുന്നുണ്ട്. അതൊരു ലിമിറ്റഡ് ടൈം വെച്ചാണ് ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ മാപ്പ് 2 ആഡ് ആവുന്ന നേരത്തെ എങ്ങനെയാണ് ഫ്ലാഷ് ആവുന്നത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ മാപ്പ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുപ്പിച്ച് 2 പ്രാവശ്യമായിട്ട് ഗ്രീൻ ലൈറ്റ് തെളിയുന്നുണ്ട്. അപ്പോൾ അത് മാപ്പ് 2 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാപ്പ് 1 സിംഗിളായിട്ട് ലിമിറ്റഡ് ടൈം വെച്ച് മാപ്പ് 2 വരാൻ നേരത്ത് ഡബിൾ ഫ്ലാഷാണ് നമുക്ക് അടുപ്പിച്ച് വരുന്നത് ഗ്രീൻ ലൈറ്റിനകത്ത്. അപ്പോൾ നമ്മളിതിനകത്ത് ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12,000 മേഖലയിലാണ് എൻ്റെ RPM നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വണ്ടി ഓടിച്ച് നോക്കുമെങ്കിലും പക്ഷേ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമറുടെ തന്നെ ചോദിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുള്ളി ഡെയിലി യൂസ് ചെയ്തിട്ടിരിക്കുന്നുണ്ടല്ലേ, അപ്പം പുള്ളിക്ക് അറിയാൻ പറ്റും പവർ വ്യത്യാസം ഉണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പോൾ കസ്റ്റമർ വരുന്നവരെന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ കസ്റ്റമർ വണ്ടി ഓടിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കാം റിവ്യൂ എങ്ങനെയുണ്ടെന്ന്, എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായം എന്നറിയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചില്ല. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് RC 200 ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ബ്രോ? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്തൊക്കെ ഡിഫറൻസ് തോന്നി? RPM വ്യത്യാസം, ഇതോട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് ത്രോട്ടിൽ കൊടുക്കുമ്പോഴേ പറഞ്ഞുതരാം. അതായത് നമ്മൾ സഡൻലി ഇപ്പോൾ നിർത്തിയിരിക്കണം വണ്ടി. ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിർത്തിയിരിക്കണം. അപ്പം നമ്മൾ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ലോയിൽ ആക്സിലേറ്റർ കൊടുക്കല്ലോ. സ്ലോയിൽ ആക്സിലേറ്റർ കൊടുത്തുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ECU വിചാരിക്കും 2 ECU ആണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്പോർട്ടിങ് ECU കൊടുത്തില്ല. ECU വിചാരിക്കും അത്രയും പവർ കൊടുക്കേണ്ടതായിരിക്കും കമ്പനി ECU. അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് തേപ്പാർട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പവർ കുറവായിരിക്കും. അതേസമയം നിങ്ങൾ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ ഫുൾ ത്രോട്ടിലെടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ RPM കട്ടാവാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് കിട്ടിയ ബെനിഫിറ്റ് തന്നെ 6ാമത്തെ ഗിയർ വരെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളെ വണ്ടിക്ക് മാക്സിമം എനിക്ക് പോകുന്ന ഒരു 2 BHP മേളിൽ എന്തായാലും കാണിക്കും. അല്ലെങ്കിൽ 1 to 3 BHP ഇടയ്ക്ക് അല്ലെങ്കിൽ 3 BHP കറക്റ്റ് കാണിക്കുക. നിങ്ങളെ റണ്ണിങ് കണക്കായിരിക്കും ബാക്കി BHP കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മൈലേജ് നോക്കി ഓടിച്ചാൽ മൈലേജും മറ്റേതിനേക്കാളും ഡിഫറൻസ് ആയിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അഭിപ്രായം എങ്ങനെയാണ്? ഓക്കെ അല്ലേ? ഓക്കെ.